Assalamualaikum, welcome back to Fella My World. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ ഇന്നലത്തെ ഇഫ്താർ വിശേഷങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഒരു ചെറിയൊരു ഇഫ്താർ വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പം ഞാൻ ചിക്കൻ കറി രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പൊരിവുകളാണ് ഉണ്ടാക്കുന്നത്. ഉഴുന്നുവട ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ റോള്. അപ്പോൾ ഒരു 4:30 ആകുമ്പോൾ ഫെല്ല നല്ല ഉറക്കമാണ്. ഫെല്ല ഒരു 4:30 ആകുമ്പോഴാണ് ഉറങ്ങാറ്. ആ സമയത്താണ് ഞാൻ കിച്ചണിൽ പോകാറുള്ളത്. അപ്പോൾ ആദ്യം നമുക്കൊരു ഡെസേർട്ട് ഉണ്ടാക്കാം. കസ്റ്റാർഡ് വെച്ചിട്ടൊരു ചെറിയൊരു ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിത് ഇവിടെ ഒരു കറക്റ്റായിട്ടുള്ള മെഷർമെൻ്റ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഒരു കപ്പ് 1.5 കപ്പോളം പാലെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്കിത് സ്റ്റവിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലേക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് സൈഡിലേക്ക് മാറ്റിയേക്കാം. ഇനി നമ്മൾ അടുത്തത് ഉഴുന്നുവടയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഉഴുന്ന് ബാച്ചായിട്ട് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഉഴുന്ന് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തത് ഞാൻ ചിക്കൻ റോളിലേക്കുള്ള പാൻ കേക്ക് ഉണ്ടാക്കാനുള്ള മിക്സാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഒരു മിക്സി ജാറിലോട്ട് മൈദ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മുട്ട, പിന്നെ ഉപ്പും വെള്ളം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ചിക്കൻ റോളിൻ്റെ മസാല ഞാൻ മുന്നേ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അടിച്ചെടുക്കാം. നമ്മൾ മൈദദോശയൊക്കെ ഉണ്ടാക്കുന്നത് പോലത്തെ ആ ഒരു പരുവം. അപ്പോൾ ഇത് ഞാൻ ചെറിയൊരു പാൻ കേക്ക് ചുട്ടെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതുപോലെ ബാക്കി എല്ലാ പാൻ കേക്ക്സും ചുട്ടെടുക്കുക. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്യണം നോക്കാം. നടുവിൽ ഒരു സൈഡിൽ മസാല വെച്ചിട്ട് അപ്പുറം ഇപ്പുറം ഫോൾഡ് ചെയ്തിട്ടൊന്ന് റോളാക്കി എടുക്കുക. ഇതുപോലെ എല്ലാതും റെഡിയാക്കി എടുക്കുക. നമ്മൾ ചൂടോടെ തന്നെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റിക്കായിട്ട് കിട്ടും. ഇനി ഇതൊന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മുട്ട, കുറച്ച് പാലും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഓരോ റോൾസും ഇതുപോലെ എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കുക. നമുക്ക് ബാക്കിയുള്ളതും അതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ റോളൊക്കെ ഫുള്ളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോലിപോപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വിങ്സാണ് എടുത്തിരിക്കുന്നത് ചിക്കൻ്റെ. ഇനി അതിൽ 2 ബോണ് വേണം. അതിലത്തെ ഒരു ബോണ് ഒരു തിന്നായിട്ടുള്ള ബോണാണ്, അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതിലത്തെ ഫ്ലഷൊക്കെ നമുക്ക് താഴേക്ക് ഇങ്ങനെ പ്രസ്സാക്കി കൈകൊണ്ട് തന്നെ ആക്കി കൊടുത്താൽ പോവും. ഇനി ആ തിന്നായിട്ടുള്ള ബോണ് കൈകൊണ്ടൊന്ന് തിരിച്ചു കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ അത് പൊട്ടിക്കിട്ടും. അപ്പോൾ ഇതുപോലെ ബാക്കി എല്ലാവും നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ റോൾ ഉണ്ടാക്കിയ മാവിൻ്റെ ബാക്കിയാണ്, ആ പാൻ കേക്കിൻ്റെ ബാക്കിയാണ്. അപ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഗരം മസാല, ഇതും ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റാണ് 1 ടീസ്പൂൺ ആഡ് ചെയ്യുക. പിന്നെ 2 ടീസ്പൂണ് സോയാ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ ലോലിപോപ്പിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ലോലിപോപ്പ് ചിക്കൻ വിങ്സ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക.
അപ്പോൾ ഇത് നമുക്ക് ഇനി മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഇവിടെ ഞാനൊരു 1.5 സവാള എടുത്തിട്ടുണ്ട്. ചെറുതാക്കി അരിഞ്ഞെടുക്കുക. ഇത് ഉഴുന്നുവടയിലേക്കുള്ളതാണ്. ഇനി എരിവിന് ആവശ്യമുള്ള പച്ചമുളക് 4 5 പച്ചമുളക് എടുക്കുക. അതും ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് എടുക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ആവശ്യത്തിന് വേപ്പിൻ്റെ ഇല. അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചൂടാറാൻ വെച്ചിരുന്ന കസ്റ്റാർഡാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും പിന്നെ കുറച്ച് പാലും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡാക്കി എടുക്കണം. അപ്പോൾ ഇതേ കസ്റ്റാർഡ് ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉഴുന്നുവട പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പക്ഷേ റെഡി ആയിട്ടില്ല. അതിൻ്റെ ആ ഹോളൊന്നും ശരിക്കും വന്നിട്ടില്ല. അപ്പോൾ ഫ്ലോപ്പായിപ്പോയി. അപ്പോൾ ഞാൻ കുറച്ച് ബദാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വാട്ടർമെലനും അതുപോലെ തന്നെ കസ്കസും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചിക്കൻ റോള് പൊരിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലോലിപോപ്പ് പൊരിച്ചെടുത്തിട്ടുണ്ട്. അതൊന്നും ഫുള്ള് കാണിച്ചാൽ വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്തി ആവും. അപ്പോൾ ഇത് നിങ്ങൾ നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ട്. നിങ്ങളിത് എല്ലാ സാധനങ്ങളും കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ ബാങ്ക് കൊടുത്ത് ഞങ്ങൾ നോമ്പ് തുറക്കാൻ പോവാണ്. ഉഴുന്നുവട കറക്റ്റ് ഷേപ്പൊന്നും ആയിട്ട് വന്നിട്ടില്ല. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേ ഒരു 12-12:30 മണിയൊക്കെ ആകുമ്പോഴാണ് ഇക്ക വരാറുള്ളത്. അപ്പോൾ അപ്പോഴാണ് ഞങ്ങൾ ഡിന്നർ കഴിക്കുക. അപ്പോൾ ഞാൻ ചിക്കൻ കറി ഒന്ന് ചൂടാക്കി എടുക്കാൻ പോവാണ്. പിന്നെ ഒരു കമ്പനിയുടെ പൊറോട്ട മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചുട്ടെടുക്കാൻ പോവാണ്. അടിപൊളി പൊറോട്ടയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക്. അപ്പോൾ നല്ല അടിപൊളി പൊറോട്ടയാണ്. അപ്പോൾ ഇതൊന്ന് ചുട്ടെടുക്കുമ്പോൾ ഒരു ഇത്തിരി നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് ചൂടാറി കഴിഞ്ഞാൽ നമ്മൾ ഈ സിപ്ലോക്ക് ബാഗില്ലേ ആ ബാഗിൽ തന്നെ നല്ല ചൂടാറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്താൽ അടിപൊളിയാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയും ഇതുപോലത്തെ വീഡിയോസും റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.